കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ 103 സങ്കീർത്തനം 10 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ദൈവം നീതിമാനും പക്ഷപാതരഹിതനുമാണ്. അവൻ നിരപരാധികളെ ശിക്ഷിക്കുന്നില്ല, കുറ്റവാളികളെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല. ദൈവം ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അഹങ്കാരികളെ ദൈവം താളടിയാക്കും. ദൈവം എല്ലാ ദുഷ്പ്രവൃത്തികളെയും വെറുക്കുന്നു. കുലപാതകികളെയും വഞ്ചകരെയും വെറുക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമെത്രേ. ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് ദുഷ്ടന്മാർക്കും പാപികൾക്കും വേണ്ടി ദൈവം നിശ്ചയിച്ചതാണ് നിത്യമായ മരണം, അതായത് നിത്യനരകം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് സർവ്വമാനവരാശിയും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു. എന്നാൽ ദൈവം എല്ലായ്പ്പോഴും ഭർസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് അവൻ ചെയ്യുന്നില്ല. മഹാസ്നേഹവാനും ദയാലുവുമായ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. തൻ്റെ ഓമനപുത്രൻ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശുക്രിസ്തു സർവ്വമാനവരാശിയുടെയും പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു, അവരെ ദൈവ പൈതലാക്കുന്നു. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.